ഹലോ. അങ്ങനെ ദ മോസ്റ്റ് വയലൻസ് മലയാളം മൂവി മാർക്കോ കണ്ടിരിക്കുകയാണ്. പടം വയലൻസ് വയലൻസ് വയലൻസ്, വെറുതെ വയലൻസ് കാണിക്കുന്ന ഒരു പടം. പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കായില്ല. എനിക്കൊരു ഒട്ടും ഇഷ്ടപ്പെടാത്ത, ഒട്ടും കണക്റ്റ് ആവാത്ത ഒരു അപരാധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വെറും കൂതറ. പടം മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു, കിടിലമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ VFX, പിന്നെ പടത്തിന്റെ കഥ, നമുക്ക് അത് എമോഷണലി നമ്മൾ ഒട്ടും കണക്ട് ആയി, നമുക്ക് ആ പടത്തിൽ നമ്മളൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പടത്തിലേക്ക് നമ്മൾ സാധാ ഒരു പടം കാണുമ്പോൾ പടമായിട്ട് നമ്മൾ കണക്ട് ആയി പടത്തിലേക്ക് നമ്മൾ ഈ ഒഴുകിയിരുന്ന് നമ്മൾ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. ഇത് എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒട്ടും മറക്കാനില്ല. പടത്തിന്റെ ഒരു വഴിക്ക് പോകുന്നു, നമ്മൾ വെറുതെ സ്ക്രീനിൽ നടക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലെ ഒരു ഫീലിങ്സ് ഒന്നും കിട്ടിയില്ല. ആകെ ഈ പടത്തിൽ ഒരു കുപ്പി ചോരയുള്ളായിരുന്നു അവര് മേക്കപ്പ് മാൻഡേൽ. അത് ഇന്റർവെല് ബ്ലോക്കിൽ പകുതി ഉപയോഗിക്കും, പകുതി ക്ലൈമാക്സിൽ ഉപയോഗിക്കും. ബാക്കി മൊത്തം ചോരയും കുറെ VFX പരിപാടി. വാള് വീശുന്നു, വെട്ടുന്നു, ചോര VFX തെറിക്കുന്നു. പിന്നെ ആ ചോരയുടെ ഒരു പൊടി പോലെ ഒന്നും കാണാനും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഗ്രാഫിക്സ് മൊത്തം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. മൊത്തം ഗ്രാഫിക്സ്, വെട്ടലും കുത്തലും മൊത്തം പരിപാടിയും കൂടുതലും ഗ്രാഫിക്സ് തന്നെ. ഒരു സുഖമില്ല. ഇതിലാകെ ഒരു ക്ലൈമാക്സ് അടുപ്പിച്ച ഒരു വില്ലൻ വരും. ക്ലൈമാക്സ് ഒരു ഹിന്ദിക്കാരൻ വില്ലൻ. അങ്ങേര് വന്നിട്ട് കുറെ വയലൻസ് പരിപാടി കാണിക്കും, ബ്രൂട്ടൽ കില്ലിങ്. അതാണ് വയലൻസ്. എനിക്ക് അത് നന്നായിട്ട് വയലൻസ് ആയിട്ട് ഒരു ഇഷ്ടം തോന്നിയത് ആകെ അതായിരുന്നു. പിന്നെ ഉണ്ണിമോന്നന്റെ പരിപാടിയല്ല, അതും ഒരു കുഴപ്പമില്ലായിരുന്നു. മേക്കിംഗ് വൈസും എല്ലാം പടം ഓക്കെ ആയിരുന്നു. അല്ലാതെ പടത്തിൽ പ്രത്യേകിച്ച് രസം തോന്നുന്ന, പിടിച്ചിരുത്തുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്നുമില്ല. കുറെ ഫാമിലി പരിപാടി എല്ലാം കൂടെ ഇട്ട് കുഴച്ചൊരു ആവിയിൽ ഒരു ഗാങ്സ്റ്റർ മൂഡ് പടത്തിൻ്റെ അത് ഫാമിലി ഇട്ട് കുഴപ്പിച്ച ഒരു ഫാമിലി പടങ്ങളൊക്കെ ആക്കി ഒരുമാതിരി നാശിപ്പിച്ച ഒരു കോണപ്പടം. സത്യം ഒരു കോണപ്പടമായി കാണും. ജഗദീശൊക്കെ ഇന്റർവ്യൂലൊക്കെ പറയണൊക്കെയൊന്നുമല്ല, എന്തോ വലിയ സംഭവമൊക്കെ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചോക്ലിതരം കാണിക്കുന്ന ഒരു ഇല്ലേ, അല്ലാതെ അതിൽ കൂടെ ഒന്നും പറയില്ല. ചോക്ലിതരം. പിന്നെ ഈ പടത്തിൽ മൊത്തം പഴയ കാലത്തെ വില്ലന്മാരുണ്ടല്ലോ, പഴയ ജനറേഷനിലെ വെട്ടവും വെളിച്ചമൊക്കെ വീഴുന്ന കാലത്തുള്ള സിനിമയിലൊക്കെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തൽ, ആ പരിപാടി ഉണ്ട്. ആ പരിപാടിയൊക്കെ പിടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു ഗ്യാങ്സ്റ്റർ പരിപാടി പടത്തിൻ്റെ അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നില്ല. തട്ടിക്കൊണ്ടുപോൽ, ഭീഷണിപ്പെടുത്തൽ, മാങ്ങാത്തൊലി, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറെ കൊണസ്റ്റ് പരിപാടി ഒപ്പിച്ച് ചെയ്യുന്ന ഒരു തൊലിഞ്ഞ പടം. ഇതിന്റെ ഹൈപ്പ് അമ്മാതിരി ഹൈപ്പും എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതിന്റെ എക്സ്പെക്ടേഷൻ പോട്ട് യാതൊരു തരത്തിലും പടം കണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഇനി ഇതിനുണ്ട് രണ്ടാം ഭാഗം. അതെ, അതിന്റെ പടം തീർന്നിട്ട് ലാസ്റ്റ് ഒരു സീൻ കാണിക്കും പാർട്ടിന് വേണ്ടി. അതുപോലെ നന്നായിട്ട് കാണിച്ചില്ല. പെട്ടെന്ന് കാണിക്കും, ഒരു സീനിനെ കാണിക്കുന്നു, പെട്ടെന്ന് സ്ക്രീൻ ഓഫായി പോകുന്നു, തീരുന്നു. ഇതാണ് പരിപാടി. ആ പാർട്ട് 2 ഒരു ലീഡിന് ഇട്ടേക്കുന്ന സാധനം പോലും നന്നായിട്ട് ചെയ്തിട്ടില്ല. എന്തിനാണ് പാർട്ട് 2 എടുക്കുന്നത്? ഓരോ സംഭവം കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ വില്ല ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആരൊക്കെയാണ് വരുന്നത്, എവിടെ നിന്നൊക്കെ വരുന്നു ഒന്നും മനസ്സിലായത്, എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പോരാത്തതിന് ഇതിന്റെ അകത്ത് മിനിറ്റിന് നമ്മളെ രവി അണ്ണന്റെ പാട്ടടി, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങ് വാരി എറിഞ്ഞു. ഏത് സീൻ വന്ന മിനിറ്റിന് സ്കോറിങ് അങ്ങ് രവി അണ്ണൻ പാട്ടടിച്ച് അങ്ങ് ചെവിയും തലയും കേൾപ്പി അങ്ങോട്ട് പൊരിച്ചടുക്കുകയാണ്. കില്ലിന്റെയൊക്കെ മേളിൽ നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെയൊക്കെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. എവിടാ കില്ലിന്റെയൊക്കെ അയലോക്കത്തെത്തില്ല. കില്ലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പോയി കാണുകയുണ്ടല്ലോ, ഇതൊക്കെ വലിച്ചു കീറി ഭിത്തി ഒടിക്കുന്നു. അതുപോലത്തെ രീതിയിലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഒരു സുഖമില്ല. ക്ലൈമാക്സിൽ വില്ലനൊക്കെ ഒന്ന് ബ്രൂട്ടലായിട്ട് കുറെ കില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാമിലി, അതൊക്കെ നമുക്ക് എമോഷണലി ഭയങ്കരമായിട്ട് വിഷമം എല്ലാം കിട്ടേണ്ട ഒരു സാധനമാണ്. അതൊന്നും ആ ഒരു തരത്തിൽ ഒന്നും ഫീലിംഗ് ഒന്നും കിട്ടാതെ മാർക്കോ എന്നല്ല പറയാം, മാർക്കോ എന്ന് വേണം പറയാം.